അന്നൊരു ഇംഗ്ലീഷ് മാസിക ഇംഗ്ലീഷിലൊരു ചോദ്യം ചോദിച്ചപ്പോൾ ചോദ്യം ഇംഗ്ലീഷ് ആയതിൻ്റെ പേരിൽ ഉത്തരം ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ ആ ഇംഗ്ലീഷ് ഉത്തരം മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ടപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ മിസ്സായിപ്പോയി. ഈ കൃത്യമായിട്ടുള്ള വൈബ് നിങ്ങളുടെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ആളിച്ചിരി പ്രൊഫഷണൽ ആണെന്നൊക്കെ പറഞ്ഞിങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളൊരു ധാരണ ഉണ്ടല്ലോ. അങ്ങനെ പ്രൊഫഷണൽ ഒന്നുമല്ല. ഒട്ടും പ്രൊഫഷണൽ കേട്ടതൊക്കെ തെറ്റാണ്. പുതിയൊരു വൃത്തി ഇതിൻ്റെ അത് കാണാമെന്നും പറയുന്നില്ല. ഇല്ല പഴയ വൃത്തി തന്നെയാണ്. നിങ്ങളെല്ലാരും ഈ ബലം പിടിച്ച് വൃത്തിയിരിക്കുന്നുണ്ടാണോ? അല്ലല്ല, നിങ്ങൾ സീരിയസ് ഇന്റർവ്യൂസിലൊക്കെ ഇങ്ങനെ. നമ്മള് നോർമൽ ഒരു ഫെമിനിസ്റ്റം ഫിലിം രീതിയിലല്ലല്ലോ അതിനെ കണ്ടതൊക്കെ. നോർമൽ ഫെമിനിസം ഫിലിം എന്താണ്? അല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പല വീട്ടമ്മമാരും കരാട്ടെ യൂട്യൂബിൽ നോക്കി പഠിച്ച് ഭർത്താക്കന്മാരൊക്കെ ശല്യമായ എന്ന രീതിയിലേക്കൊക്കെ. ഇന്ന് ആര് പറഞ്ഞു? എനിക്ക് 1-2 പേരെ അറിയാം. ഭർത്താക്കന്മാർ ശല്യമാണ്. ഇത്രയും സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു ചിത്രമാണല്ലോ, അത് നിങ്ങൾക്ക് എത്രത്തോളം ആ സെറ്റിൽ ഒരു വൈബ്രൻസി എത്രത്തോളം ഉണ്ടായിരുന്നു? നല്ലായിരുന്നു, സൂപ്പറായിരുന്നു. നമുക്കറിയാം ബേസിലൊരു സേഫ് സോൺ ആണ് ഈ കോമഡി എന്ന് പറയുന്ന സംഗതി. ഇപ്പൊ പൃഥ്വി ഒരു കൾട്ട് പരിപാടി ചെയ്യുന്ന ഒരാളാണ്, അതൊക്കെ. പക്ഷെ എങ്കിലും ഈ സംഗതിയും കൂടെ നല്ലതാണോ പറയണേ മോശമാണോ പറയണേ? അല്ല, ഞാനിവരിങ്ങനെ സംസാരിക്കണമെങ്കിൽ ഞാൻ ലൂസിഫറിന്റെ കഥയൊക്കെ കുറച്ചൊക്കെ കേട്ടു. ഞാനായിട്ട് പറയില്ലട്ടോ. ടോവിനടക്കം ഞങ്ങൾക്ക് ലൂസിഫർ ഇതിന്റെ എമ്പുരാന്റെ സ്ക്രിപ്റ്റ് കൊണ്ട് തരാന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, ഞങ്ങൾക്ക് കൊണ്ട് തരാൻ മീഡിയാസിന് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് വായിക്കും. ഞങ്ങൾ എന്താ അതിനെ കുറിച്ച് ചോദിച്ചാലും പുള്ളി പറയാൻ സ്ക്രിപ്റ്റ് കൊണ്ട് തരാന്ന് പറയും. വായിച്ചോളൂ. അങ്ങനെ വലിയ ഞെട്ടിക്കുന്ന പുതുമയുള്ള സ്ക്രിപ്റ്റ് ചോദിച്ചേട്ടൻ എല്ലാ സ്റ്റേജിലും പറയുന്നുണ്ട് ഞങ്ങളെ കൈപിടിച്ചു കൊണ്ടുവന്നത് ചോദിച്ചേട്ടനാ. ചോദിച്ചേട്ടൻ എല്ലാ പറയുന്നുണ്ട്. അതേപോലെ ഞങ്ങൾക്കും പറയാനൊരു അവസരം. നീ എങ്ങനെയാ വന്നേന്ന്? ബസ്സിനാണോ കാറിനാണോ വന്നത്? അങ്ങോട്ട് വിളിച്ചു. ഞാനായിട്ടൊരു ഡയലോഗ് ഉണ്ടായെന്നൊക്കെ പറഞ്ഞു. ഇനി ഞാൻ പൊട്ടിക്കറിയാം. ഗുരുവായൂർ അമ്പലനടയില് 16-ാം തീയതി നടക്കുന്ന ഒരു കല്യാണത്തിന്റെ ബന്ധുമിത്രാദികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് പെണ്ണിന്റെ ചേട്ടൻ ആനന്ദൻ. അപ്പൊ ബാക്കി എല്ലാരും ഒന്ന് പരിചയപ്പെടുത്താം. ചേട്ടന്റെ ഭാര്യ. ചേട്ടന്റെ ഭാര്യയാണ്. ഞാൻ കല്യാണ ചെക്കൻ്റെ അനിയനാണ്. കല്യാണ ചെക്കൻ വന്നിട്ടില്ല? ഇല്ല, വന്നിട്ടില്ല. ഇതൊരു പ്രത്യേകത. കല്യാണ ചെക്കൻ്റെ ഫ്രണ്ട്. കല്യാണ ചെറുക്കൻ്റെ ഫ്രണ്ട്. കല്യാണ ചെറുക്കൻ്റെ പഴയ ഫ്രണ്ടാ. പഴയ ഫ്രണ്ട്. ഇപ്പം എന്ത് പറ്റി കൂട്ടാത്ത? ഇപ്പൊ ഒരു ഗ്യാപ്പിന് ശേഷം വന്നതാ. ഓക്കെ. ഈ എങ്ങനെയാണ് ഈ ചിത്രത്തിലേക്ക് പൃഥ്വി എന്നൊരു ആക്ടർ എത്തിച്ചേരുന്നത്? 2-3 വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞൊരു സ്ക്രിപ്റ്റാണിത്. അന്ന് ഈ സ്ക്രിപ്റ്റ് വിപിൻ ദാസ് അല്ല ഡയറക്ടർ, ദീപു മറ്റൊരു ഡയറക്ടറുമായിട്ടാണ് എന്നെ വന്ന് കണ്ട് ഇങ്ങനൊരു സ്ക്രിപ്റ്റ് പറയുന്നത്. അപ്പോൾ അന്ന് എനിക്ക് സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ട. അന്ന് എന്നോട് ആക്ച്വലി ബേസിലിൻ്റെ വേഷം ആണ് എന്നോട് പിച്ച് ചെയ്യുന്നത്. ഞാൻ ചെയ്ത വേഷം മറ്റൊരു ആക്ടറാണ് ചെയ്യാനിരുന്നത്. പിന്നെ അത് പല കാരണങ്ങൾ കൊണ്ടും അന്ന് സ്റ്റക്കായി, അപ്രമായിട്ട് നടന്നില്ല. ഞാനും ആടുജീവിതം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. അതിനുശേഷം ജയ 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 ഹേ ഒക്കെ റിലീസ് കഴിഞ്ഞതിന് ശേഷമാണ് വിപിൻ ഇങ്ങനെ രാജുവിന് ഇഷ്ടപ്പെട്ടൊരു കഥ ദീപുവിൻ്റെ അടുത്തുണ്ട്, അത് ഞാൻ കേട്ടു, അത് ചെയ്താൽ കൊള്ളാം, എനിക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വീണ്ടും അത് വന്നു. പക്ഷെ വിപിൻ വന്നപ്പോൾ ഉണ്ടായ ഒരുപാട് മാറ്റങ്ങളുണ്ട് കഥയിലും തിരക്കഥയിലും. അതിൽ പ്രധാനപ്പെട്ടൊരു മാറ്റം ആനന്ദിൻ്റെ വേഷം ഞാനും ഒറിജിനലി എന്നോട് വെച്ച് ചെയ്ത വേഷം ബേസിലും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ അഫ്കോഴ്സ് അത് അങ്ങനെ മാറിയപ്പോൾ ആ വേഷങ്ങളുടെ ഒരു ക്യാരക്ടേഴ്സിൻ്റെ സ്വഭാവം അതനുസരിച്ച് മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സിനിമ സംഭവിക്കുന്നത്. സത്യത്തിൽ വിപിനാണെങ്കിലും ഈ സിനിമയ്ക്ക് മുമ്പ് എന്നോട് പറഞ്ഞൊരു കഥയുണ്ട്. അത് ആക്ച്വലി ഞങ്ങൾ അടുത്തല്ല ചെയ്യുന്നുണ്ട് ആ സിനിമ. രാജുട്ടാ, ഈ കഥാപാത്രം ബേസിൽ ചെയ്ത കഥാപാത്രം ഇപ്പോൾ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് അത് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടായിരുന്നോ? അല്ല, അതായത് എന്നോട് പറഞ്ഞപ്പോൾ ആ കഥാപാത്രം എങ്ങനെയായിരുന്നോ അതുപോലെ അല്ല ബേസിലിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വിപിൻ അങ്ങനെ ഒരു ഐഡിയ വന്നപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദീപു ഈ 2 കഥാപാത്രങ്ങളെയും അതനുസരിച്ച് മാറ്റി എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ എഴുതിയിരിക്കുന്ന വിനുവിൻ്റെ കഥാപാത്രത്തിന് എനിക്ക് തോന്നുന്നു ബേസിലിനേക്കാൾ നല്ല വേറൊരു കാസ്റ്റ് ഇല്ല. അത് ബേസിലാണ് അതിന് പെർഫെക്റ്റ്.
മാത്രമല്ല ഈ കാസ്റ്റിങ്ങിലുള്ളൊരു കൗതുകം ഉണ്ടല്ലോ, ഞാനും ബേസിലും അളിയന്മാരായിട്ടെന്ന് പറഞ്ഞ കാസ്റ്റിങ്ങിലെ ഒരു കൗതുകം, അത് ആക്ച്വലി നെറേറ്റീവിന് ഒരു ആവശ്യമാണ്. ഇങ്ങനെ രണ്ടാൾക്കാർ ആ രണ്ട് കഥാപാത്രങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അതെല്ലാ ക്യാരക്ടേഴ്സിനും ഉണ്ട്. അത് നിഖിലയുടെ ക്യാരക്ടറിനാണെങ്കിലും അനശ്വരിയുടെ ആണെങ്കിലും ഇവരുടെയൊക്കെ തന്നെ കഥാപാത്രങ്ങൾക്ക് എല്ലാത്തിനും ഒരു ക്വർക്കിനെസ് ഉണ്ട്. വിപിൻ എനിക്കൊന്ന് ജീവിതത്തിനെയും ജീവിത സാഹചര്യങ്ങളെയും അതുകൊണ്ട് തന്നെ സിനിമയുടെ സീനുകളെയും ഒക്കെ വിപിൻ നോക്കിക്കാണുന്ന ഒരു പെർസ്പെക്റ്റീവിന് ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ആ ഫ്രഷ്നെസ് ഈ സിനിമയിൽ ഉടനീളം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം വിപിന്റെ മുമ്പത്തെ ചിത്രങ്ങളിൽ നമുക്കറിയാം ജയിലൊക്കെ ഒരു സർക്കാസ്റ്റിക് രീതിയിൽ കഥ പറച്ചിൽ രീതിയിൽ തന്നെ നമ്മൾ നോർമൽ ഒരു ഫെമിനിസ്റ്റം ഫിലിം രീതിയിലല്ലല്ലോ അതിനെ കണ്ടതൊക്കെ. നോർമൽ ഫെമിനിസം ഫിലിം എന്താണ്? അല്ല അങ്ങനെയല്ല ഉദ്ദേശം, മീൻസ് ഒരു ഫെമിനിസം പറയാൻ വേണ്ടി ഒരു ഫെമിനിസം അല്ല, നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന ഒരു ലൈഫായിട്ട് ഭയങ്കര ഇഴുകി ചേർന്ന ഒരു സംഗതിയായിട്ടാണ് തോന്നിയത്. ഇപ്പൊ അതിനുശേഷം പല ആളുകളും പല വീട്ടമ്മമാരും കരാട്ടെ യൂട്യൂബിൽ നോക്കി പഠിച്ച് ഭർത്താക്കന്മാരൊക്കെ ശല്യമായ എന്ന രീതിയിലേക്കൊക്കെ ഇന്ന് ആര് പറഞ്ഞു? എനിക്ക് 1-2 പേരെ അറിയാം. അവര് പറഞ്ഞു വിപിൻ ചേട്ടൻ തന്നെ പറഞ്ഞു കുറെ പേരൊക്കെ പഠിച്ചിട്ട് വിളിക്കുന്നുണ്ട്. വിപിന്റെ ഭാഗത്തുനിന്നൊരു സ്ലൈറ്റ് തള്ളാണല്ലോ. ലൈറ്റ് ആയിട്ട് ഭർത്താക്കന്മാർ ശല്യം. അല്ല അങ്ങനെ മാർഷൽ ആർട്സ് പഠിക്കാൻ സ്ത്രീകൾക്ക് ആ സിനിമയിൽ പ്രയോജനമായിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. അതെ റൈറ്റ്. മീൻസ് അങ്ങനത്തെ ഒരു സിനിമ തന്നെയായിരുന്നു ഇപ്പം എടുക്കാൻ നേരത്ത് പൃഥ്വി നോക്കി കണ്ടത്. ബേസിക്കലി ഇത്രയും സർക്കാസ്റ്റിക് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു സർക്കാസം എന്നുള്ളതല്ല, ഇതൊരു ഈ പറയുന്ന പോലെ വളരെ ഇതിന്റെ സ്ക്രിപ്റ്റ് ആദ്യം ഞാൻ കേട്ടപ്പോൾ തന്നെ ഇതൊരു കഥയുടെ ഒരു കോർ പ്ലോട്ട് പോയിന്റ് ഉണ്ട്. അതിൽ നിന്നാണ് പിന്നെ വികസിച്ച് ഈ കഥയുടെ നെറേറ്റീവ് ഫുൾ ഫോം ആകുന്നത്. ആ കോർ പ്ലോട്ട് പോയിന്റ് എനിക്ക് വളരെ പുതിയതായിട്ട് തോന്നി. അറ്റ്ലീസ്റ്റ് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള കഥകളിലോ അല്ലെങ്കിൽ കണ്ടിട്ടുള്ള സിനിമകളിലോ ഒന്നും തന്നെ ഞാനത് കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. അത് വളരെ ഫ്രഷ് ആയിട്ട് തോന്നി. പക്ഷെ അത് മാത്രം പുതിയതായതുകൊണ്ട് സിനിമ നന്നാവണമെന്നില്ല. അതിൽ നിന്ന് തുടർന്ന് ദീപു ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ഫുൾ സ്ക്രീൻ പ്ലേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വിപിൻ വന്നപ്പോൾ, വിപിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് വന്നപ്പോൾ ഈ സിനിമ കുറെ കൂടെ നന്നായി എന്നാണ് ഞാൻ കരുതുന്നത്. വിപിൻ്റെ ഒരു നറേറ്റീവ് ഫാഷനുണ്ട്. അതായത് ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ വിപിൻ ഒരു സീൻ പറയുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ആ സീനിൻ്റെ റിയാക്ഷൻ കട്ട് ചെയ്യുന്നത് മറ്റൊരു സീനിൽ നടക്കുന്ന ഒരു കാര്യമായി. അപ്പോൾ അങ്ങനെ ഒരു കഥ പറയുന്നൊരു രീതിയുണ്ട് വിപിൻ്റെ. അതൊക്കെ ഇതിലെ ഒരു ഹ്യൂമറിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് സിനിമ കണ്ടപ്പോൾ. പിന്നെ ഇത് ഈ സാഹചര്യങ്ങളിലൂടെ സർക്കംസ്റ്റാൻഷ്യൽ ഹ്യൂമറാണ്. അപ്പോൾ ഈ കഥാപാത്രങ്ങളൊക്കെ കടന്നു പോകുന്ന ഒരുപാട് സാഹചര്യങ്ങളാണ് ആക്ച്വലി നമ്മളെ കൂടുതൽ ചിരിപ്പിക്കുക, അല്ലാതെ അവരായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെ ഓർഗാനിക് ആയിട്ടുള്ളൊരു സിനിമ, വലിയ കാസ്റ്റുള്ള ഒരു സിനിമ, ഒരുപാട് തെറ്റിദ്ധാരണകളിലൂടെയൊക്കെ കടന്നുപോയി ഒരു സിനിമയിലെ എല്ലാ നടീനടന്മാരും ഒരുമിച്ചെത്തുന്ന ഒരു വലിയ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത് കുറേ നാളായിട്ട് അറ്റ്ലീസ്റ്റ് നമ്മളാരും മലയാളത്തിൽ ഞാൻ മിസ് ചെയ്യുന്ന ടൈപ്പ് ഒരു സിനിമയാണത്. അവസാനം ഏതാണ് അങ്ങനെ ഒരു സിനിമ? വെട്ടമൊക്കെയാണോ അങ്ങനെ അത്തരം ഒരു സിനിമ. അപ്പോൾ അത് കുറേ നാൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു സിനിമ, ഒരു സ്ക്രിപ്റ്റ് ഞാൻ കേൾക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും കൂടി അതുപോലെ ഫുൾ ഓൺ എന്റർടൈനർ ആണ് ചിത്രം. എല്ലാ സിനിമകളും ഏതെങ്കിലും രീതിയിൽ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് എടുക്കുന്നത്. ആ രീതിയിൽ എനിക്ക് തോന്നുന്നത് ഒരു കുടുംബസമേതം, അതായത് ക്ലീശയാണ് ഈ കുടുംബസമേതം. ഞാൻ ഈ കുടുംബസമേതം പറയാൻ കാര്യം, കൊച്ചു കുട്ടികൾ മുതൽ വീട്ടിലെ അപ്പൂപ്പനും അമ്മമ്മയ്ക്കും വരെ ഒരുമിച്ച് പോയി കണ്ടാലാണ് കൂടുതൽ എൻജോയ് ചെയ്യുക ഈ സിനിമ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കഥ എങ്ങനെ ആയതുകൊണ്ടും കഥ പറയുന്നതിൻ്റെ രീതി എങ്ങനെ ആയതുകൊണ്ടും ഈ സിനിമയിൽ തന്നെ കഥാപാത്രങ്ങൾ അങ്ങനെയാണ്. എല്ലാ പ്രായത്തിലുമുള്ള കഥാപാത്രങ്ങൾ പ്ലോട്ടിൽ ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ്. അപ്പോൾ ഇൻ ദ ട്രൂവസ്റ്റ് സെൻസ് ഓഫ് ദ വേർഡ് എനിക്ക് തോന്നുന്നൊരു ഫാമിലി എൻ്റർടൈനർ തന്നെയാണ് ഈ സിനിമ. ഇപ്പോൾ ഈ ജയ ജയ ഹേ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം ഈ ഇടയ്ക്ക് വരുന്ന സിനിമകളൊക്കെ 1-2 തവണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാണാൻ പൊതുവെ പ്രേക്ഷകർക്കൊരു മടിയാണ്. പഴയ സിനിമകൾ കാണുന്ന പോലെ കാണാറില്ല. പക്ഷേ ഈ ജയ ജയ ഹേ സിനിമ എപ്പോൾ ടി വിയിൽ വന്നു കഴിഞ്ഞാലും ഇരുന്ന് ആദ്യം കാണുന്ന അതേ ഫീലോട് കൂടി തന്നെ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും, അതേപോലെ ആ ഒരു ഫീൽ ഉണ്ടാവുമോ? എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉണ്ടാകുന്ന സിനിമകൾ പലപ്പോഴും കോമഡി ഉള്ള സിനിമകളാണ്. ബിക്കോസ് നമ്മൾ ഈ സിനിമകൾ വീണ്ടും കാണുന്നത് വീണ്ടും ആ വിഷ്വൽ കാണാനോ വീണ്ടും ആ തമാശ കേൾക്കാനോ അല്ല. ആ ഒരു സിനിമ കാണുമ്പോൾ വാട്ട് ഇറ്റ് മേക്സ് യു ഫീൽ, അതൊന്നുകൂടി അനുഭവിക്കാനാണ് നമ്മൾ ആ സിനിമ കാണുന്നത്. അങ്ങനെ നമുക്ക് ഒന്നുകൂടി അനുഭവിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നത് എപ്പോഴും നമ്മളെ സന്തോഷിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കണ്ടിട്ടുള്ള സിനിമകളിലൊന്ന് മൈക്കിൾ മദൻ കാമരാജൻ എന്ന് പറഞ്ഞ കമൽ സാറിൻ്റെ സിനിമയാണ്. ആ സിനിമയിലെ ഷോട്ടുകൾ എനിക്ക് അറിയാം. ഇപ്പോൾ ഒരു പറയാൻ പോകുന്ന തമാശ, അടുത്ത കൗണ്ടർ ഇതാണ് ഓൾറെഡി എനിക്കറിയാം.
പക്ഷേ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. അതുപോലെ തന്നെ കിലുക്കം, നാടോടിക്കാരെന്നൊക്കെ പറയുന്നത് എപ്പോൾ ടി വിയിൽ വന്നാലും ഇരുന്ന് കാണുന്ന അങ്ങനത്തെ സിനിമയാണെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ജയ ജയ ജയൊക്കെ വീണ്ടും കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ സിനിമ കാണുമ്പോൾ നമ്മൾ ഹാപ്പി ആകുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം. അത് ഈ സിനിമയ്ക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഈ സിനിമ കാണുമ്പോൾ, ഇപ്പോൾ എഡിറ്റിൽ അല്ലെങ്കിൽ ഡബ്ബിങ് സമയത്ത് ഈ സിനിമ കാണുമ്പോൾ നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നൊരു സിനിമയാണ് ഗുരുവായൂരമ്പല നടയിൽ നിന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്തരം സിനിമകളാണ് ആൾക്കാർ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു സിനിമയായി തീരട്ടെ, അല്ലെങ്കിൽ എനിക്ക് തോന്നിയ സന്തോഷം പ്രേക്ഷകനും തോന്നട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിഖില് ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിച്ച കാര്യം എന്തായിരുന്നു ഈ ചിത്രത്തിൽ? ശമ്പളം ഇല്ല, സിനിമ ഓൾറെഡി ആദ്യം അനൗൺസ് ചെയ്യുമ്പോൾ തൊട്ടതിൽ പൃഥ്വിരാജിൻ്റെ ബേസിലുണ്ട്. വിപിൻ ദാസ് ഡയറക്റ്റ് ചെയ്യുന്നു. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെയും E4 എൻ്റർടൈൻമെൻറ്റിൻ്റെയും അണ്ടറിലാണ് വരുന്നത് എന്നുള്ളതൊക്കെ തന്നെയാണ് എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഫാക്ടേഴ്സ്. പിന്നെ ദീപു ചേട്ടൻ്റെ കൂടെ ഞാൻ ചെയ്യണ മൂന്നാമത്തെ സിനിമയാണ്, അസോസിയേറ്റ് ചെയ്ത് ചെയ്യുന്നത് മൂന്നാമത്. അപ്പം പുള്ളിയുടെ റൈറ്റിംഗ് പാറ്റേൺ എനിക്കറിയാം. അപ്പം അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ സാധ്യത ഉണ്ടാവും, അത് നമുക്ക് കരിയറിൽ നല്ലതാവും എന്നൊക്കെ ഉള്ളത് തന്നെയാണ് ഫാക്ടേഴ്സ്. ബേസിലിന്റെ സുഹൃത്തുക്കളെ അശ്വിൻ എങ്ങനെയായിരുന്നു ഈ ഒരു കഥാപാത്രം ഈ ഒരു സിനിമയിലേക്ക് വരുന്നത്? എൻ്റെ അടുത്ത് വിപിൻ ചേട്ടൻ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു പരിപാടിയുണ്ട്, നീ വരണമെന്ന് പറഞ്ഞു. ആദ്യം 2 ഓപ്ഷനായിരുന്നു പറഞ്ഞത്. ആദ്യം 2 ഓപ്ഷനായിരുന്നു പറഞ്ഞത്. കാരണം അതിപ്പോൾ ചെയ്യണ സാഫാണ്. അങ്ങനെ 2 ക്യാരക്ടറായിരുന്നു പറഞ്ഞു. ഒരെണ്ണം ബേസിലേക്ക് അനിയനും പിന്നെ ഇത് ഇങ്ങനെ എന്നുള്ളായിരുന്നു. പിന്നെ വിളിച്ച് പറഞ്ഞാണ് ഇത് ചെയ്താൽ മതി, മറ്റേത് സാഫ ചെയ്തതെന്ന് പറഞ്ഞു. അല്ല, ബേസിലെണ്ണ എടുത്ത് സംസാരിച്ചു. ബേസിലെണ്ണും പറഞ്ഞു നല്ല പ്രൊഡക്ഷനാണ്, നല്ല സിനിമയാണ്, നീ ഉറപ്പായിട്ടും വരണമെന്ന് പറഞ്ഞു. അല്ല, ബേസിലേട്ടൻ പറഞ്ഞില്ലെങ്കിലും വരും. ബേസിലേട്ടൻ പറയും എന്തുണ്ടെങ്കിലും ഞാൻ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ രാജേട്ടൻ അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണല്ലോ. രോമാഞ്ചത്തിന് ശേഷം അടുത്ത എൻ്റെ തിയേറ്ററിൽ വരാൻ പോകുന്ന ഗുരുവായൂരമ്പല നടയിലാണ്. അത് വിപിൻ ചേട്ടൻ ഇങ്ങനെ തന്നെയായിരുന്നു, വിളിച്ചു പറഞ്ഞു. ദീപു ചേട്ടൻ കഥ മൊത്തം ഫോണിൽ കൂടെ പറഞ്ഞു. അപ്പം പിന്നെ ശേഷം ഇപ്പം കോസ്റ്റ്യൂം ഒക്കെ ഈ പടത്തിന് കിട്ടിയെന്ന് തോന്നല്ല. അതിൻ്റെ അത് ഫുള്ള് ഡ്രസ് ഒന്നും ഇല്ലല്ലോ. അത് കഥാപാത്രം അനുസരിച്ചാണ്. അതിനകത്ത് ആ കഥാപാത്രം അത് ആവശ്യപ്പെട്ടു, ഇതിനകത്ത് ഈ കഥാപാത്രം ഇത് ആവശ്യപ്പെട്ടു. അപ്പം എൻ്റെ വിപിൻ ചേട്ടൻ വിളിച്ചു, പിന്നെ ഡേറ്റ് ഒക്കെ പറഞ്ഞു. ഓൾറെഡി വിപിൻ ചേട്ടൻ്റെ വലിയൊരു ഫാനാണ്. മുദ്ദുഗവ് തൊട്ടപ്പോൾ തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഡയറക്ടറിനെ. അന്ന് തൊട്ടേ ഞാൻ ഇങ്ങനെ ചാൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഇങ്ങനെയൊന്നും അല്ലല്ലോ നീ പെരുമാറണേ. അത് പിന്നെ ഗുരുവായൂരമ്പല നടയിൽ നിങ്ങളെല്ലാരും ഈ ബലം പിടിച്ച് പൃഥ്വിയിരിക്കുന്നുണ്ടാണോ? അല്ലല്ല, അല്ല, സീരിയസ് ആയിട്ട് ഇങ്ങനെയാണ്. ഞങ്ങൾ സീരിയസ് ഇന്റർവ്യൂസിലൊക്കെ ഇങ്ങനെ. ഓക്കെ, സാഫ് പോയി. അല്ല, എന്താണ് ചോദ്യം കേട്ടില്ല. നീ എങ്ങനെ വന്നേന്ന്? ബസ്സിനാണോ കാറിനാണോ വന്നത്? അല്ല, ഇതേപോലെ 18+ ഷൂട്ട് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് അപ്പൊ ഇത് എല്ലാവർക്കും ഫോർവേഡ് മെസ്സേജാ. അല്ല, 18+ ഒരു ഞങ്ങളെല്ലാവരും ഉള്ള ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പ് 18+ റൈറ്റർ ഇട്ടു, രവീഷ് ചേട്ടൻ ഇട്ടു. ഇങ്ങനെ വിപിൻ ചേട്ടൻ എന്നെ കുറിച്ച് ചോദിച്ചത് അതിലിട്ടു, ഒരു വോയിസ് ക്ലിപ്പ്. അപ്പോൾ എന്നോട് ചോദിച്ചു എന്ത് പറയണം, നല്ലത് പറയണോ മോശം പറയണോ, അങ്ങനെ ഒരു സാധനം ഇട്ട്. ഞാൻ പറഞ്ഞു നല്ലത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വിപിൻ ചേട്ടൻ വിളിച്ച് ദീപു ചേട്ടൻ കഥ പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞത്. ഗ്രൂപ്പിലിട്ടതൊക്കെ എപ്പാ സത്യം. ഞാൻ നടുക്ക് ഞാൻ വിപിൻ വിളിക്കണത് അങ്ങോട്ട് വിളിച്ചു. പോസ്റ്റർ ഇറങ്ങിയപ്പോൾ എനിക്ക് വിപിൻ നേരത്തെ അറിയായിരുന്നു. പോസ്റ്റർ ഇറങ്ങിയപ്പോൾ ഞാൻ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു, കാര്യം പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ചേട്ടൻ അടുത്ത് വിളിച്ചായിരുന്നു. ആദ്യം ഞാനാണ് വിളിച്ചത്. അങ്ങനെയല്ലേ? മുമ്പുള്ള ചിത്രത്തിനെക്കാട്ടിയും ഇപ്പൊ പൃഥ്വി എന്ന് പറയുന്ന ആക്ടർ ഇച്ചിരി കൂടെ ലൗഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഉണ്ടത്. ഇപ്പം നമുക്കറിയാം ബേസിലൊരു സേഫ് സോൺ ആണ് ഈ കോമഡി എന്ന് പറയുന്ന സംഗതി. ഇപ്പൊ പൃഥ്വി ഒരു കൾട്ട് പരിപാടി ചെയ്യുന്ന ഒരാളാണ്, അതൊക്കെ. പക്ഷെ എങ്കിലും ഈ സംഗതിയും കൂടെ നല്ലതാണോ പറയണേ മോശമാണോ പറയണേ? അല്ല, ബേസിക്കലി എല്ലാ സാധനവും ഓക്കെ ആണെന്ന് ഒരു മൂഡ് അറിയാം. പക്ഷെ കോമഡി ഇച്ചിരി കൂടെ ഒരു ഓവർ ദി ടോപ്പ് ആയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ ഇതിന്റെ അകത്ത് പിടിച്ചിരിക്കുന്നത്. അത് എങ്ങനെയായിരുന്നു വർക്ക്ഔട്ട് ചെയ്ത സംഗതി? പക്ഷെ ഒരു പുതിയൊരു വൃത്തി ഇതിന്റെ അകത്ത് കാണാമെന്നും പറയുന്നില്ല. പഴയ വൃത്തി തന്നെയാണ്.
പക്ഷെ അല്ല എനിക്കങ്ങനെ എനിക്ക് ഞാൻ പുതിയൊരു പ്രത്യേക എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. ആൾക്കാരല്ലേ കണ്ടിട്ട് പറയാൻ പറ്റും. ഇതിനകത്തെ കഥാപാത്രം ഇപ്പൊ ഈ കഥാപാത്രം വേറൊരാൾ ചെയ്യാൻ ഇരുന്നപ്പോഴും ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരുന്നു. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഞാൻ സ്ക്രിപ്റ്റ് കേട്ടതല്ലേ, അന്ന് ഈ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഒരു കുറച്ചൊരു എക്സ്ട്രോവേർട്ടിഷ് ആയിട്ടുള്ള, ഇയാൾക്കറിയാത്ത എന്നാൽ ഈ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങൾക്കും പ്രേക്ഷകനും അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ഒരു ചുറ്റുപാടുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാളുടെ ഈ സന്തോഷവും സങ്കടവും ഒക്കെ തന്നെ ബാക്കിയുള്ളവരിൽ നിന്ന് വളരെ ലൗഡായിട്ട് നിൽക്കണം എന്നൊരു സ്വഭാവം ഈ സ്ക്രിപ്റ്റിലുണ്ട്. പിന്നെ വിപിൻ പറഞ്ഞ പോലെയാണ് ചെയ്യുന്നത്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജുവേട്ടാ, ഇപ്പം സുപ്രിയ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സുപ്രിയ എന്നൊരു പ്രൊഡ്യൂസറെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? ഭയങ്കര കർക്കശക്കാരിയായ ഒരു പ്രൊഡ്യൂസറാണോ? അല്ല, കമ്പനി ലാഭത്തിലാണ്, അപ്പോൾ നല്ല പ്രൊഡ്യൂസർ ആയിരിക്കുമല്ലോ. സുപ്രിയ ആക്ച്വലി ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒട്ടും ഗ്ലാമറസ് അല്ലാത്ത വശമാണ്. അതിനകത്തൊരു ചെയ്യാൻ ഏറ്റവും രസമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ക്രിയേറ്റീവ് ആയിട്ടുള്ള, ഇപ്പോൾ ഇന്ന സ്ക്രിപ്റ്റ് ചെയ്യാം എന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിലേക്ക് അത്തരം ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻസ് കൊടുക്കുക, അതൊക്കെയാണ് ചെയ്യാൻ വളരെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതിന് ഒട്ടും എൻജോയ്മെൻറ്റ് ഇല്ലാത്ത കാര്യങ്ങളാണ് ആക്ച്വലി ഒരു പ്രൊഡക്ഷൻ സസ്റ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഏറ്റവും പ്രധാനം. കൃത്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക, പൈസ മുടക്കേണ്ടടുത്ത് ആ പൈസ മുടക്കുക തന്നെ ചെയ്യുക, പൈസ സേവ് ചെയ്യേണ്ടടുത്ത് പൈസ സേവ് ചെയ്യുക എന്ന് പറയുന്ന കാര്യങ്ങൾ. അത് തീർച്ചയായിട്ടും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സുപ്രിയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. സുപ്രിയക്കൊപ്പം ഓഫ്കോഴ്സ് നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഹാരിസ് ഉണ്ട്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം E4 എൻ്റർടൈൻമെൻറ്റ് കോ പ്രൊഡ്യൂസേഴ്സാണ്. അവർ ഇൻഡസ്ട്രിയിലെ ലീഡിങ് ബാനേഴ്സിലൊന്നും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സുമാണ്. മൂന്നാമത്തെ സിനിമയാണ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത്. ആദ്യം എസ്ര, രണ്ടാമത് ബ്രഹ്മം, ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ. നമ്മൾ ബ്രഹ്മം കഴിഞ്ഞ സമയത്ത് തന്നെ തീരുമാനിച്ചാണ് നമുക്കൊരു കോ പ്രൊഡ്യൂസേഴ്സായിട്ട് ഒരു സിനിമ എന്തായാലും ചെയ്യണമെന്ന്. ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ May 16 റിലീസാവുന്നു. അതിൻ്റെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും E4 ഒരുമിച്ച് ഇനിയും സിനിമകൾ ചെയ്യും. ഇപ്പം മലയാള സിനിമ ഓൾറെഡി ഇപ്പം 100 കോടി 200 കോടി ക്ലബ്ബ് എന്നൊരു നോട്ടത്തിലേക്ക് മാറിയിരുന്നല്ലോ. ഇപ്പം മലയാള സിനിമയിൽ ഒരു പടം നല്ലതാണ് എന്ന അർത്ഥത്തിൽ അറിഞ്ഞാൽ തന്നെയും പടം നല്ല പടമാണോ ചീത്ത പടമാണോ എന്നതിലപ്പുറം ബേസിക്കലി ഇന്നിപ്പം തമിഴ്നാട്, തെലുങ്ക് അങ്ങനെയുള്ള ഭാഷകളിലൊക്കെ റീഡബ് ചെയ്തോ ഇല്ലെങ്കിലൊക്കെ നമ്മുടെ ഭാഷയിൽ തന്നെ ഓടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു പടത്തിനെ സക്സസ്ഫുള്ളായിട്ട് കാണുന്നൊരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം 100 കോടിയിൽ കയറി 200 കോടിയിൽ കയറിയോ ഇങ്ങനത്തെ ഒരു നോട്ടമായി, ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവായി മാറി. ഇൻഡസ്ട്രിക്ക് ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് ആണോ ബേസിക്കലി? പിന്നെ തീർച്ചയായിട്ടും കൂടുതൽ പൈസ കിട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ സിനിമ കാണുന്നത് തന്നെയാണല്ലോ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ബോക്സ് ഓഫീസ് വിജയത്തിനെ വില കുറച്ച് കാണുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സിനിമ നമ്മൾ എടുക്കുന്നത് എന്തിനാണ്? മാക്സിമം ആൾക്കാർ ആ സിനിമ കാണാൻ വേണ്ടിയാണ്. മാക്സിമം ആൾക്കാർ ആ സിനിമ കണ്ടു എന്നുള്ളതിൻ്റെ തെളിവാണ് കളക്ഷൻ കൂടുക എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മലയാള സിനിമ അതിൻ്റെ തിയേറ്ററിക്കൽ ബിസിനസ് അല്ലെങ്കിൽ തിയേറ്ററിക്കൽ റവന്യൂ എന്ന് പറയുന്നതിൽ വലിയ രീതിയിലൊരു വളർച്ചയുണ്ടായി അല്ലെങ്കിൽ ഒരു കുതിപ്പുണ്ടായി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഈ പറയുന്ന പോലെ അൾട്ടിമേറ്റ്ലി എന്ത് സ്ട്രീമിംഗ് റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും സാറ്റലൈറ്റ് റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും സിനിമ എടുക്കുന്നത് അതിനു വേണ്ടിയൊന്നുമല്ല. സിനിമ എടുക്കുന്നത് തിയേറ്ററിൽ ആൾക്കാർ വന്ന് കാണാൻ വേണ്ടി തന്നെയാണ് സിനിമ എടുക്കുന്നത്. അപ്പോൾ ആ മേഖലയിൽ വളർച്ച ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യം. അടുത്തിടയ്ക്കായിട്ട് മലയാള സിനിമ കൈവരിച്ച വലിയ വിജയങ്ങൾ ആ രീതിയിൽ അതിൻ്റെ ഒരു പിന്തുടർച്ചയാകട്ടെ ഗുരുവായൂർ അമ്പലനടയിലും ഇനി ഇറങ്ങുന്ന എല്ലാ സിനിമകളും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. രാജുവേട്ടൻ്റെ ആദ്യ സിനിമ നന്ദനം ഗുരുവായൂർ വെച്ച് തുടങ്ങിയ ഒരു സിനിമയാണ്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമയുമായി ഗുരുവായൂരേക്ക് വീണ്ടും പോകും. എന്തായിരുന്നു ഒരു ഫീല്? അൺഫോർച്ചുനേറ്റ്ലി ഈ സിനിമയുമായിട്ട് ഗുരുവായൂർ പോകാൻ പറ്റിയിട്ടില്ല. കാരണം ഗുരുവായൂർ അമ്പലം ഇപ്പോൾ ഷൂട്ടിങ്ങിന് തരില്ല. അതുകൊണ്ട് ഞങ്ങൾ ഗുരുവായൂർ അമ്പലം മുഴുവൻ എറണാകുളത്ത് സെറ്റ് ഇടുകയായിരുന്നു. പക്ഷേ ഗുരുവായൂർ ഷൂട്ട് ചെയ്തിരുന്നു, അമ്പലത്തിനുള്ളിലല്ല, ഗുരുവായൂർ ടൗണിലൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ എപ്പോഴും ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ അങ്ങനെ നന്ദനത്തിൻ്റെ ഷൂട്ടിംഗ് എന്ന് മാത്രമല്ല, നന്ദനത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ആ സിനിമയുടെ പൂജ നടന്നതും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും എൻ്റെ ഒരു പ്രൊഫഷണൽ ലൈഫ് തുടങ്ങിയത് അവിടെ വെച്ചാണ് എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ട്. ഇപ്പോൾ സിനിമ ഷൂട്ടിംഗ് അവിടെ പെർമിഷൻ കൊടുക്കാറില്ല ഗുരുവായൂർ അമ്പലത്തിൽ. ഇപ്പം ഇത്രയും സ്റ്റാർ കാസ്റ്റ് ഉള്ളൊരു ചിത്രമാണല്ലോ, അത് നിങ്ങൾക്ക് എത്രത്തോളം ആ സെറ്റിൽ ഒരു വൈബ്രൻസി എത്രത്തോളം ഉണ്ടായിരുന്നു? എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ. നല്ലായിരുന്നു, സൂപ്പറായിരുന്നു. ജമാൻ ഒറ്റ വാക്കിലാണ് മെച്ചമായിരുന്നു. അല്ലേ, ഇതല്ലേ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്പീരിയൻസ് അല്ലേ പുതിയത്.
ഒറ്റ വാക്കിലല്ല, ഞാൻ കുറച്ച് പരത്തുന്നില്ല. എക്സ്പീരിയൻസ് ആണ്, പുതിയ എക്സ്പീരിയൻസ് ആണ്. എന്നെയൊക്കെ സംബന്ധിച്ചിട്ട് പുതിയൊരു ഫീൽഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത്രയും കാലം ഞാൻ ചെയ്യാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ഓരോരുത്തർ രാജേട്ടനെ കാണുന്നതും ബേസിലേട്ടനെ കാണുന്നതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അത് തന്നെയായിരുന്നു, എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ത്രൂ ഔട്ട്. ഇപ്പൊ തെങ്കാശി പട്ടണം, ഈ പറഞ്ഞ പോലെ വെട്ടം, അങ്ങനത്തെ ചിത്രങ്ങളിലും ഇപ്പൊ മലയാളത്തില് ഇച്ചിരി കൂടെ സീരിയസ് ആയിട്ടാണല്ലോ സിനിമകളെ സമീപിക്കുക. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ ഫുൾ ഓൺ ഒരു എന്റർടൈൻ പാക്ഡ് ആയിട്ടുള്ള ഒരു ചിത്രമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അത് എത്രത്തോളം ഷൂട്ടിംഗ് പ്രോസസ്സിൽ നിങ്ങൾ എൻജോയ് ചെയ്തു? ജനറലി ഈ കോമഡി സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വലിയ കോമഡികൾ ഉണ്ടാവാറില്ല. കാരണം നമ്മളിത് റിപ്പീറ്റഡ്ലി ഒരേ കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൻ്റെ കോമഡി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് പുറത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യാൻ. അപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രാവശ്യം ഫസ്റ്റ് ടേക്ക് സെക്കൻഡ് ടേക്കിനൊക്കെ വരെ ഈ കോമഡി അവിടെ നിൽക്കുള്ളൂ. പിന്നെ ഒരു 5 ടേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ ചിരിക്കാൻ ആളുണ്ടാവില്ല, നമ്മുടെ സെറ്റിൽ തന്നെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ അല്ല, ജനറലി ഈ സിനിമയുടെ ഷൂട്ടിംഗ് പ്രോസസ്സ് ഭയങ്കര ലൈറ്ററായിരുന്നു. അങ്ങനെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടോ ഭയങ്കര എന്താ പറയുക ടെൻഷനോടുകൂടിയോ അങ്ങനെയുള്ളൊരു പ്രോസസ്സായിരുന്നില്ല. എല്ലാവരും വളരെ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന പോലത്തെ ഒരു സിനിമയായിരുന്നു. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയായിരുന്നു. അങ്ങനെ ഇപ്പം ഈ പറയുന്ന കോമഡികൾക്കെല്ലാം നമ്മളിങ്ങനെ ബാക്ക് ടു ബാക്ക് ചിരിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരു സെറ്റപ്പ് കോമഡി സിനിമകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇതിന്റെ ക്ലൈമാക്സ് ഒരു 24 ദിവസം ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിന്റെ സെറ്റിൽ ഷൂട്ട് ചെയ്തിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്ന ഈ സിനിമയിലെ എല്ലാ ആർട്ടിസ്റ്റും ഒരുമിച്ച് ആ സീനിലുണ്ട്. അപ്പോൾ ഇവരാരും എനിക്ക് തോന്നുന്നില്ല ഈ ക്യാരവൻസ് ഒക്കെ വരുന്നതിന് മുമ്പുള്ളൊരു മലയാള സിനിമയെ ഇവർക്കാർക്കും അറിവുണ്ടാവില്ല. എനിക്കുണ്ട്, ഞാൻ ഓൾഡ് ജനറേഷൻ ആയതുകൊണ്ട് ഞാൻ വന്ന സമയത്ത് ക്യാരവൻസ് ഒന്നും ഇല്ലല്ലോ. ഞാൻ വന്ന സമയത്ത് മോണിറ്റർ ഇല്ല, ഡിജിറ്റൽ ക്യാമറ ഒന്നും ഇല്ല. ഏതോ 15 വയസ്സായാളെ പോലെ. അപ്പോൾ ഇതിൻ്റെ ഞാൻ ജഗദീഷേട്ടനോട് സംസാരിച്ച കാര്യം ഇത്, ഇതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ടിംഗ് സമയത്ത് എല്ലാവരും സെറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോ ഷോട്ട് കഴിഞ്ഞ് ക്യാരവനിലേക്കൊന്നും പോക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ നോട്ടീസ് ചെയ്യാം, അപ്പോൾ കുറേ ആർട്ടിസ്റ്റുകൾ 10-25 ആർട്ടിസ്റ്റുകൾ കസേരയിട്ട് ഒരുമിച്ചിരുന്ന് പരസ്പരം സംസാരിക്കുന്നത് ഒരു സിനിമാ സെറ്റിൽ ഞാൻ കണ്ടത് കുറേ വർഷങ്ങൾക്ക് ശേഷം. അടുത്തെങ്ങും ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കത് പണ്ടത്തെ ഞാൻ ചെയ്ത ചില സിനിമകളുടെ ഒരു ഓർമ്മയിലാണ് എനിക്ക്. നിങ്ങളുകൊണ്ട് ഗെയിം എന്തൊരു ഗെയിം ഉണ്ടായിരുന്നല്ലോ, കോടതിയൊക്കെ കളിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. നീലയൊക്കെ ടേക്ക് അവിടെ ഓക്കെ ആണോ നോക്കാൻ വീട്ടിലൊക്കെ പോലും പോകില്ല, അവിടെ എടുത്ത് ഓടി കളിക്കാൻ വരും, ബാക്കി തീർക്കാൻ വരും. പഴം പച്ചക്കറി പൂ. അപ്പൊ എനിക്ക് കാണാം, ഞാൻ ഈ ഇരിക്കുമ്പോൾ കുറേ ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് കസേരയിട്ട് വർത്തമാനം പറച്ചിലും ചിരിയും കളി. അപ്പൊ ഞാൻ ആലോചിക്കുന്നു, ഇതൊരു സെറ്റിൽ കണ്ടിട്ട് എത്ര വർഷമായെന്നുള്ളു. അപ്പൊ അതെനിക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമായിട്ട് തോന്നി. എനിക്കൊക്കെ അത് ഓർമ്മ പണ്ടത്തെ, അതായത് 2002-2003 സമയത്തൊക്കെയാണ്. അതിനുശേഷം പതുക്കെ ക്യാരവൻസും ഒക്കെ വന്നു, സിനിമയുടെ സ്വഭാവം മാറി. ഇത്തരം സിനിമകൾ തന്നെ വളരെ വിരളമായി തുടങ്ങി. പിന്നെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ അവസാനമായിട്ട് നമ്മൾ അങ്ങനൊരു സാധനമൊക്കെ എൻജോയ് ചെയ്തത്. അപ്പോൾ അതൊരു റിഫ്രഷിങ് മെമ്മറി ആയിരുന്നു ഈ സിനിമയിൽ. ഈ പൃഥ്വിയായിട്ടുള്ള വൈബ് നിങ്ങളുടെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ആള് പ്രൊഫഷണൽ ആണെന്നൊക്കെ പറഞ്ഞിങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളൊരു ധാരണ ഉണ്ടല്ലോ. അങ്ങനെ പ്രൊഫഷണൽ ഒന്നുമല്ല, ഒട്ടും പ്രൊഫഷണൽ, കേട്ടതൊക്കെ തെറ്റാണ്. ഞാൻ നമുക്ക് വരുന്നതിന് മുമ്പ് ജാടയാണെന്നൊക്കെ അങ്ങനൊന്നും ഇല്ല, അടിപൊളിയാണ്. അത്രയ്ക്ക് ജാടയില്ല? ഇല്ല. പിന്നെ ഒരു ആർട്ടിസ്റ്റിനോട് ചെറിയൊരു ജാട. അല്ല, രാജേട്ടനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ അല്ല, അങ്ങനെയല്ല, ഇപ്പം പറഞ്ഞ പോലെ ജാട പരിപാടി അങ്ങനത്തെ മനസ്സിൽ പോലും ഉണ്ടാവില്ല. അവിടെ നമ്മൾ ആൾക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്ട്, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതുകൊണ്ട് നമ്മുടെ ഉള്ളിലൊരു സാധനമുണ്ട്. അതാണ് നമ്മള് സത്യം പറഞ്ഞാൽ ഇനി എന്തായിരിക്കും വിചാരിക്കുക. അല്ല, ഏതെങ്കിലും ടേക്കില് ഞങ്ങൾ ഒരുമിച്ചൊക്കെ നിൽക്കുന്ന ടേക്കില് രാജേട്ടൻ ഇപ്പൊ സാഫിനെ അറിയാതെ ഒന്ന് മോനെ മാറെന്ന് പറഞ്ഞാൽ സാഫ് അന്നത്തെ ദിവസം ഹാപ്പിയാണ്. എന്നെ തൊട്ടെന്നും പറഞ്ഞു പൊസിഷൻ വരെ മാറി. ഒരു ഷോട്ടിലെന്തോ വഴക്ക് പറഞ്ഞ മറ്റാണ്, ദേഷ്യം പിടിച്ച മറ്റാണ് രാജേട്ടൻ അറിയാതെ. അത് ഞാനായിട്ടൊരു ഡയലോഗ് ഉണ്ടായെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളിങ്ങനെ ചവിട്ടുന്നൊരു ഷോട്ടുണ്ട്. അപ്പം എന്നെ അങ്ങനെ തൊട്ടൊന്നുമില്ല, അവസാനം എന്നെ ചവിട്ടുന്നു. മറ്റേ ഓടാ എന്നെ ചവിട്ട് രാജേട്ടൻ്റെ ചവിട്ടെന്ന് വെച്ചാൽ അത്
ഒരു ചവിട്ടി ഇട്ട് 2 ചവിട്ടിക്കളെ ഹാരിസിക്കാപ്പായിട്ട് ചെവി വന്നൊരു കാര്യം പ്ലീസ് ഇനി ഞാൻ പൊട്ടിക്കറിയാം. ഹാരിസിക്കാന്റെ ചെവി എന്ന് പറഞ്ഞ് എടാ കാലിന് സർജറി കഴിഞ്ഞിരിക്കുകയാണ്, നീ ടേക്ക് പോയാൽ ചിലപ്പം പ്രശ്നമാകും. കഴിഞ്ഞിട്ടേക്ക് ഓക്കെയാണ്, ഇവനാണ് ഓക്കെ പറ്റത്. ഇവന് പിന്നെ കിട്ടണം ചവിട്ടി. സ്വിച്ച് അല്ലെ ഞാൻ conversation ഉണ്ടായല്ലോ, അതിൽ ഒരു അബദ്ധം പറ്റിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒരു സീനിൽ അയച്ചായിട്ട് ഇങ്ങനെ ചവിട്ടുന്ന സമയത്ത് എല്ലാരും ഇങ്ങോട്ട് മാറണം, ഞാൻ അറിയാണ്ട് ഇങ്ങോട്ട് മാറിപ്പോയി. അപ്പൊ ആ ഷോട്ട് ഓക്കെ. പിന്നെ ഞാൻ അവിടെയാണ്, അതായത് രാജേട്ടന്റെയും ബൈച്ചേട്ടന്റെ ഇടയിലാണ് ഞാൻ നിൽക്കണേ. ഞാൻ ഹാപ്പിയായി. ഞാൻ പിന്നെ ഒരു 10 ദിവസം ആ സീൻ എടുക്കണം മൊത്തം അവിടെയാണ്. ഉച്ച കഴിഞ്ഞ് വൈകിട്ട് വരെ ഞങ്ങൾ ഫ്രീ ആയിരുന്നു. പുറകിലുണ്ടായിരുന്നു. അല്ല ഞാനിവരിങ്ങനെ സംസാരിക്കണമെങ്കിൽ ഞാൻ ലൂസിഫറിന്റെ കഥയൊക്കെ കുറച്ചൊക്കെ കേട്ടു. ഞാനായിട്ട് പറയില്ലട്ടോ. അത് പറഞ്ഞപ്പോഴേ ഈ ടോവിനടക്കം ഞങ്ങൾക്ക് ലൂസിഫർ ഇതിന്റെ എമ്പുരാന്റെ സ്ക്രിപ്റ്റ് കൊണ്ട് തരാന്നൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾ വിശ്വസിച്ചില്ലേ? അല്ല ഞങ്ങൾക്ക് കൊണ്ട് തരാൻ മീഡിയാസിന് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് വായിക്കും. ഞങ്ങൾ എന്താ അതിനെ കുറിച്ച് ചോദിച്ചാലും പുള്ളി പറയാൻ സ്ക്രിപ്റ്റ് കൊണ്ട് തരാന്ന് പറയും. വായിച്ചോളൂ, അങ്ങനെ വലിയ ഞെട്ടിക്കുന്ന പുതുമയുള്ള സ്ക്രിപ്റ്റ് ചെറിയ പടമാണ് അതിപ്പോ. അയ്യോ അതിന്റെ സ്ക്രിപ്റ്റ് വായിച്ച നമ്മള് നിങ്ങളെത്ര എന്താ ഹൈപ്പ് കുറയ്ക്കാൻ ശ്രമിച്ചാലും ആ പടത്തിന്റെ ഹൈപ്പ് കുറയുന്നില്ലല്ലോ. ഞാൻ ഒന്നിനും ശ്രമിക്കുന്നില്ലല്ലോ, ഞാൻ ഹൈപ്പ് കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നും ശ്രമിക്കുന്നില്ലല്ലോ ഞാൻ. രാജുവേട്ട ഇപ്പൊ ഇവര് കുറേ തമാശകൾ പറഞ്ഞല്ലോ, അപ്പൊ ഇവരുടെ കൂട്ടത്തിലിരുന്നപ്പോ രാജുവേട്ടൻ അങ്ങനത്തെ എന്തൊക്കെ ഓർമ്മകളാണുള്ളത്? ഓർമ്മകളോ? പുതിയ ഒരു മെമ്മറീസ്. അല്ല സി, ഇപ്പൊ ഇതൊരു പുതിയ ജനറേഷൻ ഓഫ് ആക്ടേഴ്സ് അല്ലേ. ഞാൻ ഇപ്പൊ ഇപ്പോഴും മലയാളത്തില് ലാലേട്ടനെ മമ്മൂക്കയെ പോലുള്ള ലെജൻസ് ഒക്കെ അഭിനയിക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്നെയൊക്കെ ഇപ്പോഴും യങ്ങർ ജനറേഷൻ ആയിട്ട് കാണുന്നത് അല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അഭിനയിച്ചു തുടങ്ങിയിട്ട് 20 വർഷത്തിൽ കൂടുതലായി. നേരത്തെ പറഞ്ഞു. ഞാൻ സെൻസ് ഇപ്പോഴും എന്നെയൊക്കെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് യങ്ങർ ആക്ടേഴ്സിന്റെ ബ്രാക്കറ്റിൽ ആവാൻ കാരണം അങ്ങനത്തെ ലെജൻസ് ഇപ്പോഴും ഇത്രയും ആക്റ്റീവ് ആയിട്ട് ഇവിടെ ഇൻഡസ്ട്രിയിൽ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ മൈ ജനറേഷൻ ഓഫ് ആക്ടേഴ്സ്, ഇപ്പോൾ ഞാൻ ജയസൂര്യ, എൻ്റെ ചേട്ടൻ, നമ്മൾ തന്നെ ഇതിനിടയ്ക്ക് എത്രയോ പുതിയ ആക്ടേഴ്സ് വരുന്നത് കണ്ടു. ഇപ്പം നേരത്തെ പറഞ്ഞ ടൊവിനോ ഒക്കെ അവരുടെയൊക്കെ ഒരു ഇൻട്രോ സിനിമയിലേക്ക് വരുന്ന കാലം മുതൽ ഇന്ന് വരെയുള്ള ഗ്രോത്ത് ഒക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ അതുപോലൊരു പുതിയ സെറ്റ് ഓഫ് ആക്ടേഴ്സാണ്. നാളെ ഇവരൊക്കെ വലിയ സ്റ്റാർസ് ആകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ചോദിച്ചേട്ടൻ എല്ലാ സ്റ്റേജിലും പറയുന്നുണ്ട് ഞങ്ങളെ കൈപിടിച്ചു കൊണ്ടുവന്നത് രാജേട്ടനാ. ചോദിച്ചേട്ടൻ എല്ലാ ഇതിലും പറയുന്നുണ്ട്. അതേപോലെ ഞങ്ങൾക്കും പറയാനൊരു അവസരം. ഞങ്ങളുടെ കൈകളും കൂടെ ഞങ്ങളുടെ കാര്യങ്ങൾ എവിടെങ്കിലും ഒക്കെ അതിനുള്ള ശ്രമം ലൊക്കേഷൻ നടത്തിയിരുന്നു. ജസ്റ്റ് അല്ല അവളെ കാണിച്ച ചേട്ടൻ പുറത്താകും. ഇപ്പൊ രാജേട്ടൻ നോക്കാൻ നേരത്തൊക്കെ ഇച്ചിരി കൂടുതൽ ഇത് കൂടുതൽ കാണിച്ചാൽ അപ്പൊ നീല എങ്ങനെയായിരുന്നു ഈ രാജുവേട്ടന്റെ ഭാര്യ എന്നുള്ള ഒരു കഥാപാത്രം? അതെങ്ങനെയായിരുന്നു? ഫസ്റ്റ് ടൈം അല്ലേ രാജേട്ടനെ? അതെ. സ്ക്രീനിൽ ഇല്ല, ഞാൻ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് ഇതാണ് ഇതിൻ്റെ കാസ്റ്റ് എന്നുള്ളത് എനിക്കറിയാം. എൻ്റെ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഈ സിനിമയുടെ കഥയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് എന്ന് വെച്ചാൽ ഒരുപാട് സ്ക്രീൻ സ്പേസും അങ്ങനെയല്ല, പക്ഷെ സിനിമയുടെ കഥ പറയുമ്പോൾ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ക്യാരക്ടർ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. രാജുവേട്ടൻ്റെ കൂടെ അഭിനയിച്ചപ്പം ഉണ്ടായതെന്ന് പറഞ്ഞാൽ ചില സീനുകൾ എടുക്കുന്ന സമയത്ത് ഫുൾ ഡയലോഗ് ഫുൾ സീൻ പെട്ടെന്ന് പഠിക്കും. അങ്ങനെയാ പഠിക്കും. അപ്പം എനിക്കിത് ആദ്യം അറിയാൻ പാടില്ലായിരുന്നു. അപ്പം എനിക്ക് പുള്ളി കുറേ ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ എന്തോ ഒരു ചെറിയ ഡയലോഗാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊരു 2-3 കട്ടൊക്കെ ആയിട്ടായിരിക്കുമല്ലോ, അപ്പോൾ അപ്പോഴത്തേക്ക് ഇത് പഠിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഡേയുമാണ്. അപ്പോൾ വന്ന് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ആൻസർ പറയും. അപ്പോൾ എനിക്ക് എൻ്റെ ആൻസർ ഓർമ്മയില്ല. അപ്പം ഞാൻ ഇപ്പോഴും അത് എവിടെയോ അത് വായിച്ചപ്പം നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് ഡയലോഗ് ഇല്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇത് കുറച്ചേ ഉള്ളൂ, അപ്പോൾ അത് പറഞ്ഞാൽ മതി എന്നുള്ളൊരു സാധനത്തിലാണല്ലോ നമ്മൾ നിൽക്കുക. ഒരുപാടുണ്ടെങ്കിലാണല്ലോ പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അത്രയും കാര്യമായിട്ട് അത് വായിക്കില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ വായിച്ചിട്ട് ഓക്കെ ഇതാണോ ഇത് ഞാൻ അങ്ങനെയാണല്ലോ നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് ഇത് അത് മുഴുവൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ കട്ടും പിടിക്കുന്നില്ല. ഇപ്പം ഞാൻ എനിക്ക് എന്തോ ഒരു കളറിൻ്റെ പേരാണ് ഞാൻ പറയേണ്ടത്. അപ്പോൾ റൂബി പിങ്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ മറ്റേ പറയുന്നത് തന്നെ എങ്ങനെയാണ് റൂബി പിങ്ക് ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ നേരത്തെ പറയാൻ അങ്ങനെയാണ് പുള്ളി പറഞ്ഞു. അപ്പം നമ്മൾ ഫുള്ളായിട്ട് ഉന്നയിക്കുന്നത് ഞാൻ എൻ്റെ ഒരു പ്രതീക്ഷയിൽ അത് കട്ട് ചെയ്യുന്നായിരുന്നു. അത് കഴിഞ്ഞുള്ള സീനുകളൊക്കെ ഞാൻ പറഞ്ഞു പുള്ളി എന്ന് വെച്ചാൽ വീട്ടിൽ പോയിക്കോട്ടെ, ഞാൻ പതുക്കെ സമയം എടുത്ത് പറഞ്ഞിട്ട് അങ്ങനെയാണ്. അപ്പം എനിക്ക് അതായത് അങ്ങനെ ഫുൾ ഒരാൾ പഠിച്ചിട്ട് വരിക എന്നൊക്കെ പറയുന്നത് വലിയ അത്ഭുതമായിരുന്നു. കാരണം എനിക്കൊന്നും അത്രയും
ഫാസ്റ്റായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 4 ദിവസം വീട്ടിൽ ഇരുന്ന് പഠിക്കും. ഞാൻ തന്നെ പറയും പുള്ളി ചിലപ്പോൾ കാരവലിൽ ഇരുന്ന് പഠിച്ചിരിക്കും. അങ്ങനെ നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ടെക്നിക്ക് എന്താ ഇത്രയും ഗ്രാസ്പ് ചെയ്യുന്നത്? പെട്ടെന്ന് ഇത്രയും ഡയലോഗ്സ് ഒക്കെ പഠിച്ചു വെക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാറുണ്ട്. സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല നമ്മൾ പഠിക്കാൻ. ഇവരെല്ലാരും ഈ സ്ക്രിപ്റ്റ് വായിക്കുന്നതിനൊക്കെ വളരെ മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ടാവുമല്ലോ ഈ സ്ക്രിപ്റ്റ്. പിന്നെ അഫ്കോഴ്സ് അവര് അന്നത്തെ ദിവസം ഷൂട്ടിങ്ങിന് രാവിലെ പോകുമ്പോൾ ഇന്ന് എടുക്കുന്ന സീൻ ഇതാണെന്ന് പറയാം. അപ്പൊ സീൻ വായിക്കും, ഓർമ്മ എടുക്കും. ഇത് സിമ്പിൾ ആയിട്ടല്ല പറയുന്നത്, നമ്മളതിനൊക്കെ പെട്ടുപോലെ. എനിക്ക് ഒന്ന് ആലോചിക്കും, എനിക്ക് കളർ മാത്രം അതുതന്നെ ഞാൻ ഇങ്ങനെ. അങ്ങനെ രാജുവേട്ടനിൽ നിന്ന് പഠിച്ച എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ നിങ്ങൾക്കൊക്കെ? പഞ്ച്വാലിറ്റി പക്കയാണ്. ടൈമിങ് നമ്മളൊക്കെ ടെൻഷൻ, നമ്മളെങ്ങാനും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഞാൻ തന്നെ പ്രൊഡ്യൂസർ ഇത്രയും പേരുള്ളത് കൊണ്ട് പേര് വിളിച്ചാലും ചിലപ്പോൾ കേൾക്കാൻ വഴിയില്ല പുറത്തൊക്കെ ആണെങ്കിൽ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ടൈമിംഗ് ഒക്കെ പക്കയാണ്. നിങ്ങൾക്ക് ആ അനുഭവം തന്നെയായിരുന്നു? ജോമൻ ഒന്നും മിണ്ടുന്നില്ല. അടുത്ത് പോയി ഇല്ലെങ്കിൽ പൊളിച്ചത്. ഇപ്പം ആടുജീവിതത്തിന്റെ സമയത്ത് പറയുന്നുണ്ടായിരുന്നു മകളെ ആദ്യമായി കാണിക്കുന്ന സിനിമ ആയിരിക്കുന്നു. അപ്പൊ അത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോ എന്തായിരുന്നു മോള് പറഞ്ഞത്? ഞാൻ ആ സമയത്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്താ, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് അന്നൊരു ഇംഗ്ലീഷ് മാസിക ഇംഗ്ലീഷിലൊരു ചോദ്യം ചോദിച്ചപ്പോൾ, ചോദ്യം ഇംഗ്ലീഷ് ആയതിൻ്റെ പേരിൽ ഉത്തരം ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ, ആ ഇംഗ്ലീഷ് ഉത്തരം മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ടപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ മിസ്സായിപ്പോയി. എൻ്റെ മകളെ ഞാൻ എൻ്റെ സിനിമകൾ കാണിച്ചിട്ടില്ല എന്നൊരിക്കൽ ഞാൻ അഭിപ്രായപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അതിന് കുറേ അഭിപ്രായങ്ങൾ വന്നല്ലോ. അപ്പോൾ എങ്ങനെയാണ് വന്നിട്ട് കുടുംബസമേതം സിനിമ കാണണം? അപ്പോൾ അന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുണ്ടായി. എൻ്റെ മകൾ ഇപ്പോഴും 9 വയസ്സായിട്ടുള്ളൂ, 10 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അവൾക്കൊരു സിനിമ കാണാൻ പോകുമ്പോൾ അവൾ കഥാപാത്രത്തിനെ കാണില്ലല്ലോ, അവളുടെ അച്ഛനെ അല്ലേ കാണുക. അപ്പോൾ ഞാൻ 5 പേരെ ഇടിച്ചിടുന്ന കാണുമ്പോൾ അവൾ എൻ്റെ അച്ഛൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ലേ കാണാം. അല്ലെങ്കിൽ 10 പേര് എന്നെ ഇടിക്കുമ്പോൾ അയ്യോ എൻ്റെ അച്ഛനെ, അത്രയുള്ള മെച്യൂരിറ്റിയിലേ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ മകളെ ഞാൻ എൻ്റെ സിനിമകൾ കാണിക്കാത്തത്. അത് പ്രോസസ്സ് ചെയ്യാനുള്ളൊരു മെച്യൂരിറ്റി അവൾക്കായിട്ടില്ല. എന്നെങ്കിലും എൻ്റെ സിനിമകൾ ഒബ്ജക്റ്റീവായിട്ട് എൻ്റെ അച്ഛനൊരു ആക്ടറാണ്, അപ്പോൾ അച്ഛൻ സ്ക്രീനിൽ ചെയ്യുന്നത് അച്ഛൻ്റെ പ്രൊഫഷനാണ്, അത് അഭിനയമാണ് എന്ന് തിരിച്ചറിവോടുകൂടി ഒരു സിനിമ കാണാനുള്ള മെച്യൂരിറ്റി ആകുന്ന സമയത്ത് ആടുജീവിതം എന്ന സിനിമ ഞാൻ അഭിമാനപൂർവ്വം അവളെ കാണിക്കുന്നതായിരിക്കും. കാരണം എൻ്റെ ആക്ടിങ് കരിയറിൽ ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ളൊരു സിനിമയാണ് ഇതായിരുന്നു അത്. അപ്പോൾ ആടുജീവിതം കാണാനുള്ള മെച്യൂരിറ്റി അവൾക്ക് ആയിട്ടില്ല. ഇത് പറഞ്ഞതും ഇപ്പോഴും തമ്മിൽ 2 മാസമല്ലേ ആയിട്ടുള്ളൂ. അതിനിടയിൽ അവൾ അത്ര. അപ്പൊ വൈൻഡ് അപ്പ് ക്വസ്റ്റ്യൻ. ഇപ്പം മലയാളം ഇപ്പൊ റീസെന്റ് ഒക്കെ പറയുന്നു സിനിമ കണ്ടതിന് ശേഷം സിനിമ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോകൂ, സിനിമ അത്രേ ഉള്ളൂ എന്ന രീതിയിലൊക്കെ പല സ്റ്റേറ്റ്മെന്റും വരുന്നുണ്ട്. അപ്പം പക്ഷെ ഞങ്ങൾ പ്രേക്ഷകര് ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ സിനിമയാണ്, ഇല്ലെങ്കിൽ സിനിമയുടെ കോമഡിയാണ്. ഞങ്ങൾ ചുമ്മാ ഇരുന്ന് സംസാരിക്കാൻ നേരത്തൊക്കെ സിനിമയിലെ പല ഡയലോഗ്സും ആണ് ഷെയർ ചെയ്യുന്നത്. ഞങ്ങളുടെ വികാരം തന്നെ സിനിമയാണ്. അപ്പം ഒരു സ്റ്റാർ എന്ന നിലയിൽ എങ്ങനെയായിരുന്നു ആ പെർസ്പെക്റ്റീവിനെയൊക്കെ കാണുന്നത്? അല്ല, ആ പറഞ്ഞതിൽ ഒരു അർത്ഥമുണ്ട്. ഓഫ്കോഴ്സ് വികാരം സിനിമ, എൻ്റെയൊക്കെ വികാരം സിനിമയാണ്. എനിക്ക് എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ സിനിമ തന്നെയാണ്. പക്ഷെ സിനിമയാണ് ബി ഓൾ ആൻഡ് ഓൾ ഓഫ് ലൈഫ് എന്ന് കരുതരുത് എന്നുള്ളതായിരിക്കാം ആ പറഞ്ഞതിൻ്റെ പിന്നിലത്തെ സത്വം. അത് ശരിയാണ്. ഇപ്പോൾ നാളത്തോടു കൂടി സിനിമാ വ്യവസായം നിന്നാൽ ലോകം നിശ്ചലമായി പോകാനൊന്നും പോകുന്നില്ല. അത് നല്ല തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട് അതിനെക്കുറിച്ച്. സിനിമയോ സിനിമാ താരങ്ങളോ ആരും തന്നെ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ഒഴിവാക്കാൻ പറ്റാത്ത ഘടകങ്ങളൊന്നും അല്ല. അപ്പോൾ അതിനെ ഒബ്ജക്റ്റീവായിട്ട് തന്നെ കാണണം. ഒരു സിനിമയ്ക്ക് നിങ്ങളുടെ ലൈഫിൽ ചെലുത്താൻ സാധിക്കുന്ന ഇൻഫ്ലുവൻസിന് അത്ര തന്നെ ഉള്ളൂ, അത്ര തന്നെ അതിന് സ്പേസ് കൊടുക്കാൻ പാടുള്ളൂ. ഓഫ്കോഴ്സ് ഈ സിനിമയാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫോം ഓഫ് എൻ്റർടൈൻമെൻറ്റ് എന്നുണ്ടെങ്കിൽ താങ്ക് യു ഫോർ ദാറ്റ്. എൻ്റെയും ലൈഫിലെ ബിഗ്ഗസ്റ്റ് ഫോം ഓഫ് എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. പക്ഷേ ഒരു സിനിമ എന്താണെന്നും അതിനെ എത്രത്തോളം നമ്മുടെ ലൈഫിൽ അതിനെ സ്വാധീനിക്കാൻ നമുക്ക് സ്പേസ് കൊടുക്കാമെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ജുഡീഷ്യസ് ആയിട്ടൊരു തീരുമാനമെടുത്ത് അതനുസരിച്ച് ജീവിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ ആശംസയും.